നമസ്കാരം. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് പത്തനംതിട്ടയിൽ കളമൊരുങ്ങുന്നത്. NDA സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി, UDFിന് വേണ്ടി ആന്റോ ആന്റണി, LDFിന് വേണ്ടി തോമസ് ഐസക് എന്നിവരാണ് ജനവിധി തേടുന്നത്. ശക്തമായ പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെ ചിലത് കയ്യാങ്കളിയിൽ അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം കാര്യക്ഷമമല്ലെന്ന പേരിൽ നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന യോഗത്തിലായിരുന്നു ഈ സംഭവം. അത്രയും ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോരായ്മകളുണ്ടെന്ന് ഒരംഗം വിമർശനം ഉന്നയിച്ചു. മറ്റൊരംഗം ഇതിനെ എതിർത്ത് രംഗത്ത് വന്നതോടെയാണ് ആ സ്ഥിതി വഷളായത്. മറ്റുള്ളവർ ഇടപെട്ട് സ്ഥിതി ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ബഹളം അല്പനേരം നീണ്ടുനിന്നു. ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം നടന്നത്. എന്നാൽ സംഭവത്തിൽ പ്രതികരിക്കാൻ പാർട്ടി നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതോടെ അടുത്ത ജില്ലാ സെക്രട്ടറി സ്ഥാനം നോട്ടമിടുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അസഭ്യം വിളിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തു. അപ്രതീക്ഷിത ആക്രമണത്തിൽ നിലതെറ്റി മുതിർന്ന അംഗം മറിഞ്ഞു വീണുവെന്നും പറയുന്നു. ഉപരി കമ്മിറ്റിയിൽ നിന്ന് പങ്കെടുത്ത മന്ത്രി വാസവൻ നോക്കി നിൽക്കുമ്പോഴായിരുന്നു മർദ്ദനം. ഇതിനു പിന്നാലെ മുതിർന്ന നേതാവ് പാർട്ടിക്ക് പരാതി നൽകി. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ നിന്ന് രാജിവെച്ചുകൊണ്ടുള്ള കത്തും നൽകി മടങ്ങി. അടിയേറ്റ് നിലത്ത് വീണ നേതാവ് തിരികെ ഓഫീസിൽ കയറി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്ന് ഒഴിയുകയാണെന്ന് കാണിച്ച് കത്ത് നൽകി. സംഭവത്തെക്കുറിച്ച് ജില്ലാ നേതൃത്വത്തിന് പരാതിയും നൽകി. കഴിഞ്ഞ ദിവസം രാത്രി 10ഓടെയാണ് സംഭവം. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടുകയും ചെയ്തു. UDFിന്റെ പരാതിയിലാണ് നടപടി. 3 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. സർക്കാർ സംവിധാനങ്ങൾ തോമസ് ഐസക് ദുരുപയോഗം ചെയ്യുന്നുവെന്നായിരുന്നു പരാതി. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KDISCിലെ കൺസൾട്ടന്റുകൾ കുടുംബശ്രീ സംവിധാനം എന്നിവ ഉപയോഗപ്പെടുത്തി വീടുകൾ കയറി യുവാക്കൾക്ക് ജോലിയും സ്ത്രീകൾക്ക് വായ്പയും നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവെന്നായിരുന്നു ആരോപണം. UDF നേതൃത്വം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിലാണ് ജില്ലാ കളക്ടർ തോമസ് ഐസക്കിനോട് വിശദീകരണം തേടിയത്. പരാതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് UDF നേതൃത്വം പ്രതികരിച്ചു. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും നേതൃത്വം അറിയിച്ചു. അതേസമയം ജില്ലാ കളക്ടർക്ക് വിശദമായ മറുപടി നൽകുമെന്ന് തോമസ് ഐസക് മാധ്യമങ്ങളോടും പറഞ്ഞു. KDISCിന്റെ പ്രവർത്തനത്തിലൊന്നും താൻ ഇടപെടുന്നില്ല. KDISC അവരുടെ പ്രവർത്തനം നടത്തും. വിജ്ഞാൻ പത്തനംതിട്ട എന്ന പരിപാടി ആവിഷ്കരിച്ചത് മൈഗ്രേഷൻ കോൺക്ലേവിലാണ്. അത് എത്രയോ മാസമായിട്ടുള്ള പ്രവർത്തനമാണ്. തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വാഭാവികമായും ജോലി നൽകുന്നതിനെ കുറിച്ച് പറയും. കുടുംബശ്രീ യോഗം നടക്കുമ്പോൾ താൻ അവിടെയുണ്ടെങ്കിൽ വോട്ട് അഭ്യർത്ഥിക്കും, അല്ലാതെ അവരുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. കുടുംബശ്രീ പ്രവർത്തനങ്ങളുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട്. തന്റെ പ്രവർത്തനങ്ങൾ UDFിനെ അലട്ടുന്നുണ്ടെന്നും തോമസ് ഐസക് പറയുന്നുണ്ടായിരുന്നു. നന്ദി.